1990കളുടെ ആരംഭത്തിൽ ഇന്ത്യ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയായിരുന്നു. സോഷ്യലിസ്റ്റ് ദുർബോധം ബാധിച്ച ഇന്ത്യ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. ആ ഇന്ത്യയെ പുനർജീവിപ്പിച്ച വ്യക്തിയാണ് PV നരസിംഹറാവു. അദ്ദേഹമാണ് ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്നീ 3 കാര്യങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ജീവൻ നൽകിയത്. എന്നാൽ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഈ 3 കാര്യങ്ങളുടെയും ക്രെഡിറ്റ് PV നരസിംഹറാവുവിന് ലഭിച്ചില്ല. ആ ക്രെഡിറ്റ് കിട്ടിയതാകട്ടെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനാണ്. മൻമോഹൻ സിംഗ് ആണ് ഈ കാര്യമെല്ലാം ചെയ്തത്. എന്നാൽ മൻമോഹൻ സിംഗിന് വേണ്ട സപ്പോർട്ട് നൽകി കൂടെ നിന്ന വ്യക്തി അല്ലെ മൻമോഹൻ സിംഗിനെ മന്ത്രിയാക്കിയ വ്യക്തി അത് PV നരസിംഹറാവു ആയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അൺസങ് ഹീറോയായിരുന്നു PV നരസിംഹറാവു. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് കോൺഗ്രസ് AICC ആസ്ഥാനത്ത് അദ്ദേഹത്തെ സംസ്കരിക്കാൻ തയ്യാറായില്ല. ആന്ധ്രാപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ പകുതി കത്തിയ മൃതദേഹം നായ്ക്കൾ വലിച്ചുകൊണ്ടുപോകുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അവഗണിക്കപ്പെട്ട വ്യക്തിയാണ് PV നരസിംഹറാവു. ആ അൺസങ് ഹീറോയുടെ ഭരണ നേട്ടങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. PV നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം 2 ആഴ്ചയുടെ ഇറക്കുമതിക്ക് പോലും പോരാത്തതായിരുന്നു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക നിശ്ചലത ഇവയെല്ലാം ചേർന്ന് ഒരു ദുരന്തം സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നരസിംഹറാവു ഒരു ധീരതയുള്ള നീക്കം നടത്തി. അദ്ദേഹം മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കി. എന്നാൽ അതിലുപരി അദ്ദേഹം രാഷ്ട്രീയ പിന്തുണയും തന്ത്രപരമായ സംരക്ഷണവും നൽകി. അതിനാൽ മാത്രമാണ് ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലായത്. ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ പതിറ്റാണ്ടുകളായി സംരക്ഷണവാദത്തിലായിരുന്നു. ലൈസൻസ് രാജ്, കർശന നിയന്ത്രണങ്ങൾ, വിദേശ നിക്ഷേപങ്ങൾക്ക് തടസ്സങ്ങൾ ഇവയെല്ലാം ഇന്ത്യയെ ആഗോള വിപണിയിൽ നിന്ന് വേർതിരിച്ചിരുന്നു. നരസിംഹറാവു ഈ മതിലുകൾ തകർത്തു. അദ്ദേഹം വിപണിയെ തുറന്നു, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചു, വിദേശ നിക്ഷേപങ്ങൾക്ക് വാതിലുകൾ തുറന്നു. ഈ മാറ്റങ്ങൾ ഒരു രാത്രിയിൽ സംഭവിച്ചതായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ നയങ്ങൾ ഇന്ത്യയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിച്ചു. അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ലായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു ദൂരദർശിനിയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ഇന്ത്യയുടെ ഭാവി ആഗോള ബന്ധങ്ങളിൽ, സ്വകാര്യ സംരംഭങ്ങളിൽ, സാങ്കേതിക പുരോഗതിയിലാണെന്ന്. അതിനാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രതിരോധം ഏറ്റുവാങ്ങി. പാർട്ടിക്കുള്ളിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം പിന്നിൽ നിന്നു, തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു, മുന്നോട്ട് നയിച്ചു. ഇന്ത്യയുടെ IT മേഖലയ്ക്ക് വളരാനുള്ള അന്തരീക്ഷം അദ്ദേഹമാണ് ഒരുക്കിയത്. വിദേശ ബ്രാൻഡുകൾ ഇന്ത്യയിൽ എത്താൻ തുടങ്ങിയപ്പോൾ ഉപഭോക്തൃ സംസ്കാരത്തിൽ മാറ്റം വന്നത് അദ്ദേഹത്തിൻ്റെ നയപരിഷ്കാരങ്ങളാണ്. നഗരവൽക്കരണം, അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിൽ വിപണി, ഓൾ ദിസ് വർ ഷേപ്ഡ് ഇൻ ദ ക്രൂസിബിൾ ഓഫ് ഹിസ് ക്വയറ്റ് റവല്യൂഷൻ. പക്ഷേ അദ്ദേഹത്തെ ചരിത്രം വേണ്ട രീതിയിൽ ഉയർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പലപ്പോഴും മൻമോഹൻ സിംഗിൻ്റെ പേരിൽ ചുരുങ്ങി. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ, ധൈര്യം, ദൂരദർശിത്വം ഇവയെല്ലാം നിശബ്ദതയിൽ മാഞ്ഞുപോയി. പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടം മാറ്റിയതിൻ്റെ പിന്നിൽ നരസിംഹറാവുവിൻ്റെ തപസ്സാണ്. PV നരസിംഹറാവുവിൻ്റെ സംഭാവനകൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മാത്രമല്ല, ഭരണനയം, വിദേശനയം, വിദ്യാഭ്യാസം, സാംസ്കാരിക സംരക്ഷണം, അണുവായുധ തന്ത്രം തുടങ്ങി നിരവധി മേഖലകളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത്. പലതും നടന്നത് നിശബ്ദതയിലാണ്. ചരിത്രം അത്രയേറെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഉയർത്തിപ്പിടിച്ചിട്ടില്ല. ഇന്ത്യ ചരിത്രത്തിലെ പല മഹാന്മാരുടെയും പേരുകൾ പ്രധാന സ്ഥാനങ്ങളിലെത്തുമ്പോൾ PV നരസിംഹറാവു വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും അത് ചരിത്ര പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അദ്ദേഹം ഒരു തത്വചിന്തകനും ഭരണകർത്താവുമായിരുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, തെലുങ്ക്, ഹിന്ദി, തമിഴ്, ഉറുദു, ഫ്രഞ്ച് തുടങ്ങി നിരവധി ഭാഷകളിൽ പരിജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹം സാഹിത്യവും തത്വചിന്തയും രാഷ്ട്രീയവും ചേർത്ത് വായിച്ചു. വേയി പടകുവളു എന്ന തെലുങ്ക് നോവലിൻ്റെ ഹിന്ദി വിവർത്തനം ഷഹാറാഫാൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം വിവർത്തനത്തിലൂടെ ഭാഷകളെ ബന്ധിപ്പിച്ചു, സംസ്കാരത്തെ ചേർത്തു. അടുത്ത് അദ്ദേഹത്തിൻ്റെ ഭരണ നയത്തിലെ ദൂരദർശിത്വമാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഭൂസമാധാന നിയമങ്ങൾ നടപ്പാക്കി. തെലങ്കാന മേഖലയിലെ കർഷകരെ സംരക്ഷിച്ചു. കേന്ദ്രത്തിൽ അദ്ദേഹം വിവിധ മന്ത്രിസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തു. വിദേശകാര്യം, ആഭ്യന്തരം, സംരക്ഷണം, മാനവ വിഭവശേഷി വികസനം തുടങ്ങിയവയെല്ലാമായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകൾ. അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ PV നരസിംഹറാവുവിന് സാധിച്ചു. അടുത്ത് അദ്ദേഹം അണ്വായുധ തന്ത്രത്തിൻ്റെ ശില്പിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ അണ്വായുധ പദ്ധതിക്ക് അടിത്തറയിട്ടത്. അദ്ദേഹം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. 1998 പൊക്രാൻ പരീക്ഷണങ്ങൾക്ക് വഴിയൊരുക്കിയത് അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ നയങ്ങളാണ്.
അടുത്ത അദ്ദേഹത്തിൻ്റെ നേട്ടമാണ് വിദേശ നയത്തിൽ നിശബ്ദ വിപ്ലവം. ചൈനയുമായും പാകിസ്ഥാനുമായും രഹസ്യ ചർച്ചകൾ ആരംഭിച്ചു. അമേരിക്കയുമായുള്ള ബന്ധം പുതുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇസ്രായേലുമായുള്ള ഔദ്യോഗിക ബന്ധം സ്ഥാപിച്ചത് PV നരസിംഹറാവുവാണ്. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. അടുത്ത വിദ്യാഭ്യാസം, ഭാഷ, സാംസ്കാരിക സംരക്ഷണത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകളാണ്. HRD മന്ത്രിയായിരിക്കുമ്പോൾ തെലുങ്ക് അക്കാദമി സ്ഥാപിച്ചു. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭ ഇവയ്ക്ക് ശക്തമായ പിന്തുണ നൽകി. അദ്ദേഹം ഭാഷാ സംരക്ഷണത്തിനും സാഹിത്യ വികസനത്തിനും വലിയ സംഭാവനകൾ നൽകി. അദ്ദേഹം ദ ഇൻസൈഡർ എന്ന രാഷ്ട്രീയ നോവൽ എഴുതി തൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങൾ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു. PV നരസിംഹറാവു ഇന്ത്യക്ക് വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിത്വമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് വേണ്ട ആദരവുകൾ ലഭിച്ചില്ല. 2004 ഡിസംബറിൽ ന്യൂഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു അന്തരിച്ചു. അദ്ദേഹം ഇന്ത്യയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിച്ച നേതാവായിരുന്നു. അദ്ദേഹം അണുവായുധ തന്ത്രം രൂപപ്പെടുത്തിയ തന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ഭാഷകളുടെ പാലം പണിത തത്വചിന്തകനായിരുന്നു. പക്ഷേ മരണം അദ്ദേഹത്തിന് അർഹിച്ച ആദരവുകൾ നൽകാതെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ കുടുംബം ആഗ്രഹിച്ചത് അദ്ദേഹത്തെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയിൽ സംസ്കാരം നടത്തണമെന്നായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ശവം കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി തപസ് ചെയ്തവനായിരുന്നു. പക്ഷേ പാർട്ടി അദ്ദേഹത്തെ മറന്നു. ഹൈദരാബാദിൽ അർദ്ധരാത്രിയിൽ ചിതയിൽ തീ കൊളുത്തപ്പെട്ടു. വനമേഖലയിൽ നിന്ന് മതിയായ മരച്ചില്ലകൾ എത്തിയില്ല. തീ പകർന്നു തീർന്നപ്പോൾ അർദ്ധമായി കത്തിയ ശരീരം അവിടെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. അതായത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കത്തിക്കാൻ ആവശ്യമായ വിറകുകൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാതി കത്തിയ ശരീരം പിന്നീട് നായ്ക്കൾ വലിച്ചുകൊണ്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു മുൻ പ്രധാനമന്ത്രിക്ക് ഈ ഗതികേടുണ്ടായി, അതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉദ്ധരിച്ച വ്യക്തിക്ക്.